നല്ലൊരു ശതമാനം ആൾക്കാർക്കും വേണ്ടത് ബെസ്റ്റ് ക്യാമറയോ ബെസ്റ്റ് പെർഫോമൻസോ അല്ല, മറിച്ച് ബെസ്റ്റ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബജറ്റ് പ്രൈസിൽ ഒരു പ്രീമിയം മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തരുന്ന ഒരു കില്ലർ ഫോണിനെയാണ്. അതോടൊപ്പം ഏറ്റവും കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ബെസ്റ്റ് ആമോലെഡ് ഡിസ്പ്ലേ ഫോൺ ഏതാണെന്നും അറിയാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫോണിന്റെ പേരാണ് പോക്കോ X7. ബോക്സ് കണ്ടൻസിൽ നിന്ന് തുടങ്ങാം. കമ്പനി ചാർജർ ആൻഡ് നല്ല ക്വാളിറ്റി കവർ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബിൽഡ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. IP68 ആൻഡ് IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. സോ അബദ്ധത്തിൽ ഫോൺ വെള്ളത്തിൽ വീണ് പോയാലും അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അടുത്തതായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻ നമുക്ക് നോക്കാം, വിച്ച് ഇസ് ദ ഡിസ്പ്ലേ. ഇവിടെ വരുന്നത് 1.5K റെസൊല്യൂഷന്റെ 12-ബിറ്റ് കേർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ഈ 12 ബിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഡിസ്പ്ലേക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രൈസ് പോയിന്റ് 10 ബിറ്റ് തന്നെ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. ഒപ്പം 120 ഹേർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട് ആൻഡ് HDR10+ന്റെ സപ്പോർട്ടും ഉണ്ട്. യൂട്യൂബിൽ നമുക്ക് 4K HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. അതോടൊപ്പം നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് ഡോൾബി വിഷന്റെ സപ്പോർട്ട് ഉണ്ട്. 1920 ഹേർട്സിന്റെ PWM ഡിമ്മിംഗ് ഉണ്ട്. അതുകൊണ്ട് ഐ സെൻസിറ്റിവിറ്റി ഉള്ളവർക്കും ഈ ഡിസ്പ്ലേ ധൈര്യമായിട്ട് ഉപയോഗിക്കും. ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ ഇത് 1200 നിറ്റ്സ് വരെ പോകും. അതുകൊണ്ട് തന്നെ നല്ല ഔട്ട്ഡോർ വിസിബിലിറ്റിയും ഇതിനുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ഈ സെഗ്മെന്റിലെ ബെസ്റ്റ് പ്രൊട്ടക്ഷൻ ആണ് ഇത്. ഒപ്പം ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTek Dimensity 7300 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. UFS 2.2 സ്റ്റോറേജ് ഉണ്ട്. LPDDR4X റാമും ഉണ്ട്. സോ മൊത്തത്തിൽ ഒരു 6.5 lakhs അറൗണ്ട് ആയിട്ടുള്ള AnTuTu സ്കോർ ഈ ഡിവൈസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും, വിച്ച് ഇസ് നോട്ട് ദ ബെസ്റ്റ്. പക്ഷെ നോർമൽ അല്ലെങ്കിൽ മീഡിയം യൂസേഴ്സിന് ഇത് ധാരാളമാണ്. ഗെയിമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ BGMI 60 FPS അൺലോക്ഡ് ആണ് ആൻഡ് അത്യാവശ്യം ഫ്രെയിം ഡ്രോപ്സും നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് കാഷ്വൽ ഗെയിമിങ്ങിന് ഇത് ഓക്കെയാണ്. ഫോണിന്റെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് HyperOS 1.0 ആണ്. അതായത് Android 14 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണിത്. പക്ഷേ 3+4 ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ്സ് കമ്പനി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു ഫോണുകളെ പോലെ തന്നെ ഇതിനും Android 17 വരെ പോകാൻ സാധിക്കും. ഒപ്പം Android 18 സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വിചാരിച്ചാൽ പോക്കോയുടെ അപ്ഡേറ്റ്സ് പലപ്പോഴും വൈകിട്ടാണ് വരുന്നത്. സോഫ്റ്റ്വെയറിൽ അത്യാവശ്യം ആനിമേഷൻസ് ഉണ്ട്. ഒപ്പം 17ഓളം ബ്ലോട്ട്വെയറുകളും ഒരുപാട് പരസ്യങ്ങളുടെ നോട്ടിഫിക്കേഷൻസും ഉണ്ട്. സോ വാങ്ങിയ ഉടൻ ഒരു 10-20 മിനിറ്റ് ഇത് കളയാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടി വരും. Android 14 ആയതുകൊണ്ട് തന്നെ AI ഫീച്ചേഴ്സ് കുറവാണ്. സർക്കിൾ ടു സെർച്ച്, AI അസിസ്റ്റന്റ് എന്നിങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതല്ല. ആകെ വരുന്നത് എഡിറ്റിങ്ങിലാണ്. അതായത് AI ഇറേസർ അല്ലെങ്കിൽ AI സ്കൈ റിപ്ലേസ് പോലത്തെ 2-3 ഫീച്ചേഴ്സ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ Android 15 അപ്ഡേറ്റോടുകൂടി മറ്റ് AI ഫീച്ചേഴ്സ് വരും എന്ന് പ്രതീക്ഷിക്കാം. ക്യാമറ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ നമുക്ക് 50+8+2 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണാൻ സാധിക്കുക. ആൻഡ് ഇതിന്റെ മെയിൻ സെൻസർ സോണിയുടെ LYT600 ആണ്. ഒരുപാട് ഫോണുകളിൽ കണ്ടുവന്ന ഒരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് സെൻസറാണിത്. ഡേ ലൈറ്റിലായാലും ലോ ലൈറ്റിലായാലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദ പ്രൈസ്. ആൻഡ് ഇതിന്റെ കളേഴ്സ് വിവിഡ് സോഷ്യൽ മീഡിയ റെഡി ടൈപ്പ് ആണ്. ഇനി ഇതിന്റെ പോരായ്മകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കിൻ ടോൺസ് അത്ര ആക്യുറേറ്റ് ആയിട്ട് തോന്നിയില്ല. ആൻഡ് പോർട്രേറ്റ്സിൽ ലൈറ്റ് കൺട്രോൾ വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നാച്ചുറൽ ബ്ലർ എഫക്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂസബിൾ ആയിട്ടുള്ള ഒരു സെൻസറാണ് അത്. നല്ല ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസിന്റെ കുറവ് മനസ്സിലാകും. എനിവേസ് ഈ പ്രൈസ് പോയിന്റിൽ അൾട്രാ വൈഡ് സെൻസർ തരുന്നത് തന്നെ വലിയ കാര്യമാണ്. വീഡിയോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫോട്ടോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കളേഴ്സ് അല്പം ഡള്ളാണ് ഇവിടെ. OIS ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റെബിലൈസേഷനും കാണാൻ സാധിക്കും. സെൽഫി ക്യാമറ 20 മെഗാപിക്സലിന്റെ ആണ്. പക്ഷെ അതിനും മാത്രം ഡീറ്റെയിൽസ് ഇവിടെ ഇല്ല. Realme P3 അല്ലെങ്കിൽ ഓപ്പോയുടെ K13 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 16 മെഗാപിക്സലിന്റെ ആണെങ്കിൽ കൂടി ബെറ്റർ ഫോട്ടോസ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ബട്ട് സ്റ്റിൽ ഇതിന്റെ ഫോട്ടോസ് ഡീസെന്റ് ആണ്. വീഡിയോ ഇവിടെ 1080p at 60 FPS ആണ്. ആൻഡ് അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷനും ഉണ്ട്. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ 10 5G ബാൻഡ്സ് ഉണ്ട്. 5G+ VoNR അതായത് 5G കോളിംഗിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. Bluetooth 5.3, Wi-Fi 6, NFC ഇല്ല, ഹെഡ്ഫോൺ ജാക്കും ഇല്ല, പക്ഷെ IR ബ്ലാസ്റ്റർ ഉണ്ട്. ആൻഡ് ഡുവൽ സിം സ്ലോട്ട് ആണ്. മറ്റുള്ള സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5500 mAh ബാറ്ററിയാണ് വിത്ത് 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്. ആൻഡ് നല്ല ബാറ്ററി ബാക്കപ്പ് ഇത് തരുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വിത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട്. ഡുവൽ മൈക്ക് വരുന്നുണ്ട്. X-ആക്സിസ് ലീനിയർ മോട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഹാപ്റ്റിക്സ്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു വൈബ്രേഷൻ അതൊരു പ്രീമിയം ലെവലിലേക്ക് പോകും. ഫോണിന്റെ സകലമായ ഡീറ്റെയിൽസും വിലയിരുത്തിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ബെസ്റ്റ് ബജറ്റ് ആമോലെഡ് ഡിസ്പ്ലേ ഫോൺ ഏതാണെന്ന് നോക്കാം. പോക്കോ M7 Pro. ഇതിന്റെ വില 15,000 നിന്ന് 13,000 ആയപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രത്യേകിച്ച് നല്ല അഭിപ്രായമായിരുന്നില്ല അതിൽ. ബിക്കോസ് 14,000 രൂപയ്ക്ക് ഇതിനേക്കാൾ മച്ച് ബെറ്റർ ഫോൺസ് അവൈലബിൾ ആണ്.
എന്നാൽ ഇന്ന് 1000 രൂപ കൂടി കുറഞ്ഞപ്പോൾ ഈ ഫോണിന് കോമ്പറ്റീഷനിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.